ഗുഡ് മോർണിംഗ്. പുതിയൊരു ക്വസ്റ്റ്യനും കൂടെ, അതായത് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്, ഒത്തിരി പുറകെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ഈ പ്രശ്നം ചോദിക്കാം, ഇച്ചിരി ഡിഫറെന്റ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആൻഡ് പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു -5. നമുക്ക് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. സെക്കൻഡ് ഡിഗ്രി പൊളിനോമിലാണ്. ശരിക്കും പറഞ്ഞാൽ പൊളിനോമിയലിന്റെ സ്ട്രക്ചർ ഇതാണ്. സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയലിന്റെ സ്ട്രക്ചർ ഇതാണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എയുടെയും ബിയുടെയും സിയുടെ ഒക്കെ വാല്യൂ മാറി വരും. പിന്നെ അവർ പറഞ്ഞത് പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു -5. അതായത് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് സീറോ കൊടുത്താൽ ഈ ഇക്വേഷൻ ആൻസർ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ -5 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിനകത്തുനിന്ന് നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഇവർക്ക് എന്താ ആൻസർ തന്നേക്കുന്നത്? പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു -5 എന്നല്ലേ. അതുകൊണ്ട് ഞാൻ പി ഓഫ് സീറോ കണ്ടുപിടിക്കാൻ പോവാം. പി ഓഫ് സീറോ, അതായത് ഇവിടെ എല്ലാം എക്സിന്റെ സ്ഥാനത്ത് തന്നെ വരും സീറോ. ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സിന്റെ സീറോ സ്ക്വയർ അല്ലേ, പ്ലസ് ബി ഇൻറ്റു എക്സ് ആവുന്നത്. അപ്പൊ സീറോ പ്ലസ് സി ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, സീറോ ആയിട്ട് ഇൻറ്റു ചെയ്ത്, സീറോയുടെ സ്ക്വയർ സീറോ തന്നെ, ഏതെങ്കിലും സംഖ്യയെ സീറോ ആയിട്ട് ഇൻറ്റു ചെയ്താൽ എന്തായിട്ട് മാറും? സീറോ. അപ്പൊ എ ഇൻറ്റു സീറോ സീറോ, ബി ഇൻറ്റു സീറോ സീറോ, പ്ലസ് സി ആണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്നാ വന്നു? പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു, ഇതെല്ലാം പോയില്ല, പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞേക്കുന്നത്? സി എന്ന് വന്നു. ആൻസർ ഇപ്പൊ കിട്ടി. നമ്മളിവിടെ ചെയ്ത് വന്നപ്പോ പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു സി. പക്ഷെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് സീറോയുടെ വാല്യൂ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. -5 അവർ തന്നിട്ടില്ലേ? പി ഓഫ് സീറോയുടെ വാല്യൂ -5. നമുക്കിവിടെ പി ഓഫ് സീറോ എത്രയാന്ന് കിട്ടി? സി. കണ്ടോ? പി ഓഫ് സീറോ നമുക്ക് ഇവിടെ സി ആന്ന് കിട്ടി. അവർ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് സീറോയുടെ വാല്യൂ -5 ആണ്. അതിന്റെ അർത്ഥം സിയുടെ വാല്യൂ എത്രയാണ്? -5. സിമ്പിൾ അല്ലേ? സിയുടെ വാല്യൂ -5. ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ആദ്യം പി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു -5 തന്നുകൊണ്ട് നമ്മൾ ആദ്യം പി ഓഫ് സീറോ കാണുക. കേട്ടോ? പി ഓഫ് സീറോ കണ്ടപ്പോൾ നമുക്ക് പി ഓഫ് സീറോയുടെ വാല്യൂ കിട്ടി, സി എന്ന് കിട്ടി. അപ്പൊ ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ -5 എന്ന് കിട്ടി. ഇനി അപ്പം ഇത് ഈ പ്രാവശ്യം ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് പിന്നെ കുറെ നാളത്തേക്ക് ചോദിച്ചിട്ടില്ല, ഒരു 3-4 വർഷത്തേക്ക് പിന്നെ ചോദിച്ചിട്ടില്ല. അപ്പം മിക്കവാറും 25 പ്രതീക്ഷിക്കാം. ഇനി അടുത്ത സെക്കൻഡ് വൺ നോക്കിയേ. പ്രൂവ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. x-1 ഈസ് എ ഫാക്ടർ ഓഫ്, ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെ? ഈ പൊളിനോമിയലിന്റെ ഫാക്ടർ ആണ്. പൊളിനോമിയൽ ഏതായിരുന്നു? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അതില് x-1 എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് എ ഫാക്ടർ. x-1 ഈസ് എ ഫാക്ടർ. അതായത് അതിന്റെ അർത്ഥം പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 എന്നാണ് അർത്ഥം. അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ ഇതിന്റെ ആൻസർ എന്നായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ എപ്പോഴും ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളത്. ഇവിടെ -1 ആണെങ്കിൽ നമ്മൾ +1 ആണ് ഇവിടെ ഇടുന്നത്. പി ഓഫ് 1 എന്നായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഞാനിവിടെ പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോവാണ്. പി ഓഫ് 1, ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 കൊടുക്കുക. ദാറ്റ് ഈസ് എ ഇൻറ്റു 1 സ്ക്വയർ അല്ലേ, പ്ലസ് ബി ഇൻറ്റു 1, എക്സ് ആണ് 1, പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെ. അപ്പൊ എ ഇൻറ്റു 1 എന്നാണ്? എ. 1 എന്ന് പറഞ്ഞാൽ എ തന്നെ, പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? പി ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്നാന്ന് കിട്ടി? എ പ്ലസ് ബി പ്ലസ് സി. നമുക്കപ്പോൾ അത് എടുത്തെഴുതാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കപ്പോ ഇവിടെ നേരത്തെ എന്നാ പറഞ്ഞിട്ടുള്ളത്? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞിട്ടുണ്ട്? 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മനസ്സിലായത് 0 ആണെന്ന്? x-1 ഈസ് എ ഫാക്ടർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. അപ്പൊ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോ എന്നാ കിട്ടി? എ പ്ലസ് ബി പ്ലസ് സി. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം എന്നായിട്ട് എഴുതാം? എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഞാൻ അതിന്റെ സ്ഥാനത്ത് ഇത് ഇക്വേറ്റ് ചെയ്തു. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഞാൻ ഒന്ന് ഇച്ചിരി മാറ്റാൻ പോവാണേ. എ പ്ലസ് ബി, നമുക്ക് സിയുടെ വാല്യൂ ഒരു തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? സി ഇസ് ഈക്വൽ ടു
സിയുടെ വാല്യൂ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിയുടെ വാല്യൂ എത്രയാണ് ചെയ്തെടുത്തത്? -5 ചെയ്തെടുത്തു. അപ്പൊ ഈ സിയുടെ സ്ഥാനത്ത് ഞാൻ -5 എന്ന് കൊടുക്കാൻ പോകും. ഈക്വൽ ടു 0. കണ്ടോ? a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. നമുക്ക് a പ്ലസ് ബി സിയുടെ വാല്യൂ നമ്മൾ മുമ്പ് ചെയ്തെടുത്തു. -5 ഈക്വൽ ടു 0. അപ്പൊ ഞാൻ a പ്ലസ് ബി മാത്രമാക്കിയിട്ട് ഈ -5 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പം -5 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്നായിട്ട് മാറും? +5. ദാറ്റ് ഈസ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. അതല്ലേ അവർ പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കുന്ന സെക്കൻഡ്. പ്രൂവ് ദാറ്റ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളത് ചെയ്തത് ഇതുവഴിയാണ്. x-1 ഈസ് എ ഫാക്ടർ എന്നുള്ള അത് വെച്ചിട്ട്, അതായത് x-1 ഫാക്ടർ ആണെങ്കിൽ p(1) ഈസ് ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഇക്വേഷനകത്തോട്ട് p(1) ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് a പ്ലസ് ബി പ്ലസ് സി ചെയ്തത്. ഇത് കണ്ടോ? അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് വരാൻ സാധ്യത എൻ്റെ മനസ്സിങ്ങനെ പറയുക വരുമെന്ന്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തേർഡ് പാർട്ടിലേക്ക് പോവാം. റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി പൊളിനോമിയൽ ഹൂസ് വൺ ഫാക്ടർ ഈസ് x-1 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്നാണ്? p(x) is equal to, ഇതാണ് നമ്മുടെ പൊളിനോമിയൽ x² പ്ലസ് bx പ്ലസ് c. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ നോക്കിയേ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് a പ്ലസ് ബി എത്രാന്ന് കിട്ടി? a പ്ലസ് ബി എത്രാന്ന് കിട്ടിയിട്ടുണ്ട്? 5ഉം c എത്രാന്ന് കിട്ടിയിട്ടുണ്ട്? -5 ആണ്. അപ്പൊ ഇവിടെ സിയുടെ വാല്യൂ കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് ഇനി എയും ബിയും ഈ ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ എയുടെ സ്ഥാനത്ത് വാല്യൂ ഇടണം, ബിയുടെ സ്ഥാനത്ത് വാല്യൂ ഇടണം, സിയുടെ സ്ഥാനത്ത് വാല്യൂ ഇടണം. അങ്ങനെയാണ് നമുക്ക് ഒരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ സി കിട്ടി, അത് പ്രശ്നമില്ല, സിയുടെ വാല്യൂ കിട്ടി. എയും ബിയും കൂടെ കൂട്ടിയാൽ 5 ആണ്. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. എയും ബിയും കൂടെ കൂട്ടിയാൽ 5. ഏതൊക്കെ സംഖ്യ വരണം? എയും ബി രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 5 വരണമെങ്കിൽ ഏത് സംഖ്യകൾ മാത്രമേ ഉള്ളൂ? 3ഉം 2ഉം. നമുക്ക് വേണമെങ്കിൽ 3 + 2 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 + 3 5 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. എക്ക് 3 വേണേൽ കൊടുക്കാം, 2 വേണേൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇക്വേഷനകത്തോട്ട് എഴുതാൻ പോവാണ്. p(x) is equal to, ഞാൻ ഇപ്പൊ എയുടെ സ്ഥാനത്ത് 3 ആ കൊടുക്കാൻ പോകുന്നത്. 3 കഴിഞ്ഞിട്ട് എന്നാണ്? x² പ്ലസ് ബിയുടെ സ്ഥാനത്ത് 2x. സി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് കിട്ടിയിട്ടുണ്ട്? -5 ആണ്. ഇത് ഈ സ്ഥാനത്തോട്ട് നമ്മൾ സിയുടെ വാല്യൂ കൊടുക്കും, -5. ദിസ് ഈസ് ദ ഇക്വേഷൻ. മനസ്സിലായോ? നമുക്ക് a പ്ലസ് ബി നമ്മൾ പ്രൂവ് ചെയ്തെടുത്തെടുത്ത് 5 ആണ്. സി നമുക്ക് ചെയ്തെടുത്ത് ആദ്യം -5 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ x² പ്ലസ് bx പ്ലസ് സി. അപ്പൊ എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ മതി. a പ്ലസ് ബി 5 ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് വാല്യൂസ്, ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 5 കിട്ടും? 3ഉം 2ഉം. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്ക് തിരിച്ച് 2ഉം ബിക്ക് തിരിച്ച് 3ഉം കൊടുക്കാം കേട്ടോ. അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വരും, ഉറപ്പാ. ഓക്കെ, എന്നിട്ട് ഇതിന് ഫുൾ മാർക്കും മേടിക്കണം. താങ്ക് യു.